ആനക്കലി അടങ്ങുന്നില്ല. മലപ്പുറം കരുളായി വനത്തിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പൂച്ചപ്പാറ ഊരിൽ എത്തിച്ച മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. നഷ്ടപരിഹാരമായി കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ PV അൻവർ MLA നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പ്രിയങ്ക ഗാന്ധി ഊര് ഉടൻ സന്ദർശിക്കും. ആദ്യം പുഴ കടക്കണം, പിന്നെ കെട്ടിയുണ്ടാക്കിയ പാലവും കടക്കണം. കിലോമീറ്ററുകൾ നടന്നാൽ ജീപ്പിൽ കയറി കരുളായിലെത്താം. കരുളായി പൂച്ചപ്പാറ വനത്തിൽ താമസിക്കുന്ന മണിയും ബിജുവും മനീഷും കണ്ണനും അവരുടെ കുഞ്ഞുങ്ങളുമായി കരുളായി ഭാഗത്തേക്ക് എത്തിയതായിരുന്നു. കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കാണിച്ചു മടങ്ങുന്നതിനിടയിൽ കണ്ണക്കൈയിൽ വെച്ചാണ് കാട്ടാനാക്രമണമുണ്ടാകുന്നത്. സുഹൃത്തുക്കൾ ചിതറിയോടിയപ്പോൾ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നതിനാൽ മണിക്ക് ഓടാനായില്ല. ആന ജീവനെടുത്തു. മണി ചേർത്തു പിടിച്ചിരുന്ന കുഞ്ഞ് തെറിച്ചു വീണെങ്കിലും സുഹൃത്തുക്കൾ കുഞ്ഞിനെ സുരക്ഷിതമാക്കി. സാധാരണ ഒരു ആന താരയാണ്, ആന പോകുന്ന വഴിയാണ്. അതിൽ ആനയ്ക്കും നമുക്കും മാറാനുള്ളൊരു സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുള്ള സമയത്ത് പൊതുവെ ഒഴിഞ്ഞു മാറുന്നത് വളരെ കുറവാണ് ആളുകൾ. റോഡോ വാഹന സൗകര്യങ്ങളോ ഇല്ലാത്ത ഉൾവനമാണ് കണ്ണക്കൈ. മണിയുടെ സഹോദരൻ അയ്യപ്പൻ 1.5 കിലോമീറ്ററോളം ചുമന്നുകൊണ്ടാണ് ജീപ്പ് ലഭിക്കുന്ന സ്ഥലത്തേക്ക് മണിയെ എത്തിച്ചത്. ഒരു ഇൻഫർമേഷൻ, ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് നിന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്, ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു, അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെ മണി സംസാരിച്ചിരുന്നു. ഒടുവിൽ ശ്വാസം നിലച്ചു. കുഞ്ഞിനെയും സുഹൃത്തുക്കളെയും തനിച്ചാക്കി മണി പോയി. പിന്നാലെയാണ് അൻവർ MLA നേതൃത്വത്തിലുള്ള DMK പ്രവർത്തകർ പ്രതിഷേധവുമായി DFO ഓഫീസിലെത്തിയത്. പ്രതിഷേധക്കാർ കയറി കസേരകളും വാതിലുമെല്ലാം അടിച്ചു തകർത്തു. പോസ്റ്റ്മോർട്ടം നടപടി വൈകുന്നതിലും നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിലുമായിരുന്നു വനം വകുപ്പിനെതിരെയുള്ള അൻവറിന്റെ പ്രതിഷേധം. തീർത്തും മനുഷ്യരോട് ഒരു കൂറുമില്ലാത്ത, സമൂഹത്തോട് ഒരു ബാധ്യതയുമില്ലാത്ത സാമൂഹിക ദ്രോഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി ഫോറസ്റ്റ് മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രിയുടെ നിലപാട് അതിലേറെ മോശമാണ്. 10 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നഷ്ടപരിഹാരമായി വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി നൽകുകയും വേണം. ചോലനായ്ക്കർ വിഭാഗത്തിലെ ഊരുമൂപ്പനായിരുന്ന മാതനും സമാന രീതിയിലാണ് മരിച്ചിരുന്നത്. നഷ്ടപരിഹാരം മാത്രം പോരല്ലോ, ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ അവരെയും സംരക്ഷിക്കണ്ടേ? ഉടനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതല്ലേ? അവർക്കും സംരക്ഷണം ഒരുക്കണം. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.